നീണ്ട ഒരുപാട് നാളത്തെ ഇടവേളയ്ക്ക് ശേഷമാണ് ഞങ്ങൾ വീണ്ടും നിങ്ങളുടെ മുമ്പിൽ എത്തിയിരിക്കുന്നത്. ഞങ്ങളെ ഇതുവരെ സപ്പോർട്ട് ചെയ്ത എല്ലാവർക്കും ഹൃദയത്തിൻ്റെ ഭാഷയിൽ നന്ദി അറിയിക്കുന്നു. ഫാമിലി ഹാപ്പൻസ് വ്ലോഗിൻ്റെ പുതിയ ഒരു ട്രാവൽ വീഡിയോയിലേക്ക് ഏവരെയും സ്നേഹപൂർവ്വം സ്വാഗതം ചെയ്യുന്നു. എൻ്റെ സ്വപ്നങ്ങളിൽ പോലും ഇല്ലാത്ത ഒരു സ്ഥലത്തേക്ക്, അവിടുത്തെ കാഴ്ചകളിലേക്കാണ് ഞാൻ നിങ്ങളെ കൂട്ടിക്കൊണ്ടുപോകുന്നത്. ദൈവത്തിൻ്റെ അനുഗ്രഹം കൊണ്ട് മാത്രമാണ് എനിക്ക് അവിടേക്ക് യാത്ര ചെയ്യാൻ സാധിച്ചത്. അവിടേക്കുള്ള യാത്രയും കാഴ്ചകളിലേക്കും നമുക്കൊന്ന് കണ്ണോടിക്കാം. കൊച്ചി ഇൻ്റർനാഷണൽ എയർപോർട്ടിൽ നിന്ന് ബോർഡിംഗ് പാസ് എടുത്ത് ഞങ്ങൾ കയറാൻ പോകുന്നത് സിംഗപ്പൂർ എയർലൈൻസിലാണ്. നമ്മളവിടെ റിപ്പോർട്ട് ചെയ്യേണ്ട സമയം 12:45 ഞങ്ങളപ്പോൾ അതിന് മുൻപ് അവിടെ എത്തി വെയിറ്റ് ചെയ്തു. 12:45 ഞങ്ങൾക്ക് ഫ്ലൈറ്റിൽ കയറാൻ പറ്റി. എനിക്ക് ഫ്ലൈറ്റിൻ്റെ അടുത്തുള്ള വിൻഡോ സീറ്റാണ് കിട്ടിയത്. ആ വിൻഡോയിലൂടെ ഞാൻ കണ്ട കാഴ്ചകളാണ് ഇനി കാണാൻ പോകുന്നത്. മേഘപാളികളുടെ ഇടയിലൂടെയുള്ള യാത്ര ഞാൻ വളരെയധികം ആസ്വദിച്ചു. സിംഗപ്പൂർ ചാങ്കി എയർപോർട്ടിൽ ഏകദേശം 8 മണിയോടുകൂടി ഫ്ലൈറ്റ് ലാൻഡ് ചെയ്തു. ഇമിഗ്രേഷൻ ക്ലിയറൻസ് ഒക്കെ കഴിഞ്ഞ് ഫ്രഷ് ആയതിനു ശേഷം ഞങ്ങൾ കുറച്ച് നേരം എയർപോർട്ടിലൊക്കെ അങ്ങനെ ചുറ്റി നടന്ന് കണ്ടു. ഞങ്ങളുടെ ഈ ട്രിപ്പ് ഒരു ഗ്രൂപ്പ് ട്രിപ്പായിരുന്നു. ഞങ്ങളുടെ കൂടെ ഏകദേശം 30 പേരുണ്ടായിരുന്നു. അതോടൊപ്പം ഒരു ഗൈഡും ഞങ്ങൾക്ക് വേണ്ടിയിട്ടുണ്ടായിരുന്നു. സിംഗപ്പൂർ യാത്രയിൽ ഞങ്ങളെ സഹായിക്കാനായിട്ട് ഉണ്ടായിരുന്ന ഗൈഡിൻ്റെ പേര് ജെയിംസ് എന്നായിരുന്നു. സിംഗപ്പൂരിലെ എല്ലാ ഭാഗങ്ങളെയും പറ്റി അയാൾ ഞങ്ങൾക്ക് വളരെ വ്യക്തമായി വിവരിച്ചു തന്നു. റോഡിൻ്റെ ഇരുവശങ്ങളിലും വളരെ മനോഹരമായി പൂക്കളും ചെടികളും അവർ വെച്ച് പിടിപ്പിച്ചിട്ടുണ്ടായിരുന്നു. അവിടുത്തെ എല്ലാ ഭാഗങ്ങളും കാണാൻ വളരെയധികം മനോഹരമായിരുന്നു. പൂലെത്തിയതിനു ശേഷം ഞങ്ങൾ ആദ്യം പോയത് അവിടെയുള്ള മെർലിൻ പാർക്കിലേക്കാണ്. മെർലിൻ പാർക്കിലെ ഏറ്റവും ആകർഷണീയത 8.5 മീറ്റർ ടോളുള്ള ഒരു സ്റ്റാച്യു ആണ്. ആ സ്റ്റാച്യുവിൻ്റെ ഒപ്പം ഞങ്ങൾ കുറച്ച് ഫോട്ടോസൊക്കെ എടുത്തു. ഇല്ലേ, ഇനിയുള്ള കാഴ്ചകൾ നമുക്ക് അടുത്തൊരു വീഡിയോയിലൂടെ കാണാം.